നിങ്ങളെ ഇന്ന് ഞാനൊരു ഹദീസ് പഠിപ്പിച്ചു തരുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ്. ഹദ്ദസനാ അഹ്മദ് ബിനു ഹംബലിൻ ഹദ്ദസനാ അബ്ദുർ റസാഖ് ഹദ്ദസനാ മഅമർ അൻ അയ്യൂബ് അൻ നാഫി അൻ ഇബ്നു ഉമർ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റആ സബിയൻ ഖദ് ഹുലിക ബഅലു ശഅരിഹി وترك بعضه فنهاهم عن ذلك وقال احلقوه كله أو اتركوه كله. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തന്ന നേതാവാണ്. നമ്മൾ എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിൽ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു തന്ന നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. രാവിലെ എഴുന്നേൽക്കുമ്പോ എങ്ങനെയാണ് എഴുന്നേൽക്കേണ്ടത്, എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇരിക്കേണ്ടത്, ബിസ്മി പറയണേ, ബിസ്മി പറയണേ. വലത്തെ കൈകൊണ്ട് നീ ഭക്ഷണത്തെ കഴിക്കണേ. വെള്ളം കുടിക്കുന്ന സമയത്ത് നീ വലത്തതിനെ മുന്തിക്കണേ, വലത്തെ കൈകൊണ്ട് നീ വെള്ളം കുടിക്കണേ. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിക്കുന്ന അയാളുടെ ജീവിതത്തിൽ അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കുകയാണ്. അങ്ങനെ രാവിലെ എഴുന്നേറ്റടം മുതൽ ജോലിക്ക് പോകുന്ന സമയത്തും കടയിൽ പോകുന്ന സമയത്തും ഭാര്യയോട് സമീപിക്കുന്ന സമയത്തും ഭർത്താവിനോട് ഇടപെടുന്ന സമയത്തും മക്കളോട് ഇടപെടുന്ന സമയത്തും ഗുരുനാഥന്മാരോട് അതാ പെരുമാറേണ്ട സമയത്തും എന്റെ പ്രിയപ്പെട്ടവരെ, തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴും കടയടയ്ക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ ഉറങ്ങുമ്പോഴും ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിന്റെ A to Z അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസഹബിഹി വസല്ലം മുത്തുനബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ, ആ ഹബീബ് നമ്മളോട് പറയുകയാണ്. ഈ ഹദീസ് പറയുമ്പോ ചില ആളുകൾക്ക് ചിലപ്പോ ഇഷ്ടപ്പെടണമെന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനോ ഇഷ്ടപ്പെടാതിരിക്കാനോ അല്ല ഈ പറയുന്നത്. പിന്നെയോ എന്റെയും നിങ്ങളുടെയും നാളത്തേക്കുള്ളൊരു നന്മയാണ്. നാളെ നമുക്ക് സ്വർഗം കിട്ടാനുള്ള ഒരു മാർഗമാണ്. ഇതൊരു പള്ളിയിലെ ഉസ്താദ് പഠിപ്പിച്ചു തന്നതല്ല, ഇതേതെങ്കിലും ഉസ്താദുമാര് പഠിപ്പിച്ചു തന്നതല്ല. പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ 1400 വർഷങ്ങൾക്കപ്പുറത്ത് നിന്ന് അന്ധകാര നിബിഡമായ കാട്ടറബികളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അതാ പ്രകാശത്തിന്റെ പ്രഭാവമായി മാറിയ മദീനയുടെ നേതാവേ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ ആലിഹി വസുഹാബിഹി വസല്ലം മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. മുത്തുനബി തങ്ങൾ പറയാണ്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റആ സബിയൻ ഖദ് ഹുലിക ബഅലു ശഅരിഹി. മുത്തുനബി തങ്ങൾ ഒരു ദിവസം തലമുടി അല്പം കളഞ്ഞ ബാക്കി ഭാഗം ഉപേക്ഷിച്ച ഒരു കുട്ടിയെ കണ്ടു. കേൾക്കണേ മാതാപിതാക്കളെ, കേൾക്കണേ ഉമ്മമാരെ, കേൾക്കണേ വാപ്പമാരെ, കേൾക്കണേ എന്റെ ചെറുപ്പക്കാരെ. അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു ദിവസം തലമുടി അല്പം കളഞ്ഞിട്ട് ബാക്കി ഭാഗം ഉപേക്ഷിച്ച ഒരു കുട്ടിയെ കണ്ടു. സുബ്ഹാനല്ലാഹ്. وترك بعضه فنهاهم عن ذلك وقال احلقوه كله أو اتركوه كله.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ സമയത്ത് അങ്ങനെ മുടി വെട്ടുന്നത് നിരോധിച്ചുകൊണ്ട് പറഞ്ഞു, മുടി മുഴുവനും കളയുകയോ മുഴുവനും ഉപേക്ഷിക്കുകയോ ചെയ്യണോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മക്കളുടെ മുടി വെട്ടുന്ന സമയത്ത് ഇതൊക്കെ നിസ്സാരമാണ്. ചില ആളുകൾക്ക് ഒരു തലമുടി കണ്ടാൽ എന്താ സഹോദരി, എന്റെ പ്രിയപ്പെട്ട സഹോദരി, ഒരു തലമുടി കണ്ടാൽ എന്താണ്? അത് വലിയൊരു തെറ്റാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ നന്മകൾ ചെയ്തിട്ടല്ല സ്വർഗത്തിലേക്ക് പോകുന്നത്. പിന്നെയോ ഇങ്ങനെ നമ്മൾ അശ്രദ്ധമായി കാണുന്ന ചില ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ. ചിലപ്പോൾ ഒരു തലമുടി നീ വെളിയിലേക്ക് കണ്ടപ്പോ പടച്ചവനെ, ഇതെന്റെ ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ, ഇതെന്റെ അള്ളാഹുവിന് ഇഷ്ടമല്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ തലമുടി അതാ മറ്റൊരാള് കാണാത്ത രീതിയിൽ അതാ കെട്ടി അതാ മാറ്റിവെച്ച് അതാ മറച്ചു വെക്കുമ്പോ ചിലപ്പോ അത് കാരണമായിട്ടായിരിക്കും നാളെ നീ സ്വർഗത്തിൽ പോകുന്നത്. സുബ്ഹാനല്ലാഹ്, ഞെരിയാണിക്ക് താഴെ പാൻറിടരുത്, മുണ്ടുടുക്കരുതെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു. നിസ്സാരമായ കാര്യമാണ്, നിസ്സാരമായ കാര്യമാണ്. ചില ആളുകളൊക്കെ പള്ളിയിൽ വന്നാൽ സുബ്ഹാനല്ലാഹ് ആ സമയത്ത് പോലും പാൻറും മുണ്ടും അതാ അവരുടെ അതാ ഉപ്പൂറ്റിയിലേക്ക് തട്ടിക്കിടക്കുകയാണ്. പാടില്ല, പാടില്ല. ഇതൊക്കെ വലിയ തെറ്റാണോ ഉസ്താദേ? ഇവിടെ വലുതല്ല ചെറുതല്ല പറയുന്നത്, മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്നു. ഞെരിയാണിക്ക് മുകളിൽ നീ പാൻറ് കിട്ടണേ, മുണ്ടുടുക്കുമ്പോ ഞെരിയാണിക്ക് മുകളിൽ ഇടണേ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഇതെന്റെ ഹബീബിന് ഇഷ്ടമല്ലല്ലോ, ഇതെന്റെ അള്ളാഹിന് ഇഷ്ടമല്ലല്ലോ എന്ന് വിചാരിച്ച് ഞെരിയാണിക്ക് മുകളിലേക്ക് ആ പാൻറ് മടക്കി വെച്ചാൽ ചിലപ്പോ ഒരുപാട് ഇബാദത്തുള്ള ആളായിരിക്കില്ല. നാളെ അവൻ മരിച്ചു ചെല്ലുമ്പോ മലക്കുകൾ അതാ അള്ളാഹു മലക്കുകളോട് പറയും, ആ ചെറുപ്പക്കാരനെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണേ. കാരണം അവൻ അവന്റെ പാൻറ് ഞെരിയാണിക്ക് താഴെ കിടന്നപ്പോ എന്നെ പേടിച്ചിട്ട് മടക്കി വെച്ചവനാണ്. അതുകൊണ്ട് അവനെ സ്വർഗത്തിലേക്ക് കടത്തണേ മലക്കുകളെ. അതാ ഒരു സഹോദരി മരിച്ചു ചെല്ലുന്ന സമയത്ത് പടച്ചവൻ പറയും, ആ സഹോദരി ഒരുപാട് ഇബാദത്തൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ അവള് കോളേജിലേക്ക് പോയപ്പോ, അവള് സ്കൂളിലേക്ക് പോയപ്പോ, കല്യാണത്തിന് പോയപ്പോ എന്നെ പേടിച്ചിട്ട് തലമറച്ചിട്ട് പോയ പെണ്ണാണ്. അതുകൊണ്ട് അവളെ സ്വർഗത്തിലേക്ക് കിടത്തണേ മലക്കുകളെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചെറിയ നന്മകൾ നമ്മൾ വിചാരിക്കും ഇത് ചെറുതാണെന്ന്, പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ നന്മകളാണ്, വലിയ നന്മകളാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണോ. അതുകൊണ്ട് ഹബീബായ തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ മക്കളുടെ മുടി വെട്ടുന്ന സമയത്ത്, നിങ്ങളുടെ മക്കളുടെ മുടി കളയുന്ന സമയത്ത് ഒരല്പഭാഗം വെച്ചിട്ട് അല്പഭാഗം ഉപേക്ഷിക്കുന്ന ആ മോഡൽ നിങ്ങൾ നിങ്ങൾ അനുകരിക്കല്ലേ, നിങ്ങൾ അനുകരിക്കല്ലേ, അത് ഉപേക്ഷിക്കണേ. എന്തൊക്കെ രീതിയിലുള്ള മോഡലാണ് സുബ്ഹാനല്ലാഹ്, എത്ര മോഡലുകളാണ് എന്റെ പ്രിയപ്പെട്ടവർ. ഇതൊക്കെ പറയുമ്പോ ആരെയും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. ഇതിപ്പോ എനിക്കിപ്പോ നിങ്ങളോട് പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനില്ല, അള്ളാന്റെ അടുത്ത് കൂലി ഇട്ട് അത് വേറെ കാര്യം. പക്ഷെ നിങ്ങളെടുത്തോ അതല്ലെങ്കിൽ ഇതൊക്കെ അള്ളാഹുവിന്റെ ദീനാണ്. ഇതൊന്നും ഒരു ഉസ്താദുമാരുടെയോ തങ്ങന്മാരുടെയോ അതല്ലെങ്കിൽ ആരുടെയെങ്കിലോ സ്വന്തമായി ബുക്കിൽ എഴുതി വെച്ചെന്നല്ല. അങ്ങനെ കുറെ ആൾക്കാരുണ്ടോ, മുയിലാക്കന്മാർക്കെല്ലാം പറയാം, നമുക്ക് തോന്നുന്നത് പോലെ നടക്കാം. ജീവിതം എന്ന് പറയുന്നത് എൻജോയ്മെന്റ് ചെയ്ത് നടക്കാനുള്ളതാണ്, അങ്ങനെയുള്ളതല്ല. ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാടൊന്നും എന്റെ പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റണമെന്നില്ല, എന്നാലും ശ്രദ്ധിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ചെറിയ കാര്യങ്ങൾ അത് നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണാം.
എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ കാര്യങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, തലമുടി വെട്ടുന്ന സമയത്ത് കുറെ ആളുകൾ ഇവിടെ ഇങ്ങനെ എന്താ പറയാ സൈഡ് ഇങ്ങനെ കടയാ എന്നിട്ട് എന്ത് ചെയ്യാ ഇവിടെ ഫുള്ള് പറ്റി അടിച്ചിട്ട് ഇവിടെ മാത്രം ഇങ്ങനെ വളർത്താം. എന്റെ പ്രിയപ്പെട്ടവരെ, വളർത്തുന്നെങ്കിൽ ഒരുപോലെ വളർത്തുക, അതല്ലെങ്കിൽ ഒരുപോലെ വെട്ടുക. എന്തൊരു വൃത്തി ഉണ്ടാവും. ഇവിടും വരെ മുടി വളർത്തൽ സുന്നത്താണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയാണ്, മുത്തുനബി തങ്ങൾ ഒരു ദിവസം ഒരു കുട്ടിയെ കണ്ടു. ആ കുട്ടിയുടെ തലയിൽ ഒരു അല്പം മുടിയുണ്ട്. ബാക്കി മുടിയൊക്കെ ഇങ്ങനെ ചെത്തി കളഞ്ഞേക്കാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞു, പാടില്ല മോനെ, അതെനിക്കിഷ്ടമല്ല. അതുകൊണ്ട് നീ അത് ഉപേക്ഷിക്കണം. ഒന്നെങ്കിൽ നീ നല്ലതുപോലെ മുടി ഞാൻ ദീനനുസരിച്ച് വളർത്തിക്കോളൂ, അതല്ലെങ്കിൽ മുടി മുഴുവനും ഒഴിവാക്കിക്കോളൂ, അതല്ലെങ്കിൽ ഒരേപോലെ വെട്ടുക. എന്ത് രസമുണ്ടാകും, എന്തൊരു മനോഹരമായിരിക്കും. ഇത് മാതാപിതാക്കൾ ചെറിയ പ്രായത്തിലെ മക്കളെ കൊണ്ടുപോയി ബാർബർ ഷോപ്പിൽ ഇരുത്തിയിട്ട് അപ്പാച്ചി സ്റ്റൈൽ വെട്ടിച്ചു കൊടുക്കുകയാണ്. ചോദിക്കുമ്പോ പറയും, ഇപ്പോഴല്ലേ വെട്ടാൻ പറ്റൂ, ചെറിയ മോനല്ലേ. ഈ മോന് സുബ്ഹാനല്ലാഹ് വളർന്നു വരുന്ന സമയത്തും ഇത് കണ്ടിട്ടല്ലേ വളരുന്നത്. എന്റെ ഉമ്മ പഠിപ്പിച്ചത് ഇതാണ്, എന്റെ ബാപ്പ പഠിപ്പിച്ചത് ഇതാണ്. ആ സമയത്ത് ആ മോന് പിന്നെ ഒന്നും മനസ്സിലാവണില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞ സാധേ ചെറിയ മോളാണ് എന്റെ മോളാണ്. ആ മോൾക്ക് പാന്റും ഉടുപ്പാണ് ഇടാ. പാന്റ് ഉടുപ്പ് എടുക്കാം. സാധാരണ നമുക്ക് നമ്മളെ മക്കൾക്കൊക്കെ മാഷാ അല്ലാഹ് പാന്റ് ഉടുപ്പാണല്ലോ ഇടാ. എന്താ ചില 3-4 വയസ്സിലൊക്കെ നമ്മളൊക്കെ എല്ലാം ഇട്ട് കൊടുക്കും. മക്കൾക്ക് എല്ലാ ഡ്രസ്സും ഇട്ട് കൊടുക്കും അല്ലേ മാഷാ അല്ലാഹ്. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. അങ്ങനെ ചെയ്യല്, അതല്ലെങ്കിൽ ചെയ്യണം, അങ്ങനൊന്നും അല്ല പറയാം. ഞാൻ പറഞ്ഞു, നമ്മളെ മക്കളുടെ മൈൻഡ് പോകുന്ന ഒരു കാര്യം പറയാം. അങ്ങനെ സുബ്ഹാനല്ലാഹ്, എപ്പോഴും ജീൻസ് പാന്റോ അതല്ലെങ്കിൽ പാന്റോ ചെറിയ ഷർട്ട് നല്ല രസമായിരിക്കുമല്ലോ ചെറിയ മക്കളൊക്കെ ഇട്ട് കാണാൻ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പോ അങ്ങനെ ഇട്ട് വളർത്തി ഏകദേശം ഒരു 4 വയസ്സൊക്കെ ആയിപ്പോ ഈ മോൾ ഇപ്പൊ കാണുന്നൊക്കെ വേറൊരു ഡ്രസ്സും ഇഷ്ടമല്ല ഉസ്താദേ. ആ കാണുന്ന പാന്റ് വാങ്ങി തരണ പറയണേ. എനിക്ക് ആ പാന്റ് മതി, എനിക്ക് ആ ഷർട്ട് മതി, വേറൊന്നും എനിക്ക് വേണ്ട. മക്കളെ മൈൻഡ് പോകുന്ന നോക്കണം. എന്റെ പ്രിയപ്പെട്ട ഈ മക്കൾ ഇങ്ങനെ വളർന്നു വരുമ്പോ പിന്നെ അവരതെല്ലാം ഇടുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ചെറിയ മക്കൾക്ക് അതൊന്നും വാങ്ങിക്കൊടുക്കണ്ട, ഇടണ്ടെന്നല്ല. ചെറിയ മക്കൾക്ക് മാഷാ അല്ലാഹ് നല്ല വൃത്തിയുള്ള ഡ്രസ്സ് അത് ഏതാണെങ്കിലും ഇട്ട് കൊടുക്കാം. മാഷാ അല്ലാഹ് എന്നും പറഞ്ഞ് വൾഗറായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കൊടുക്കരുത്. നല്ല ഡ്രസ്സ് മാഷാ അല്ലാഹ്, പാന്റ് പോലത്തെ ഉടുപ്പ് ഇട്ട് കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഉടുപ്പോ പാന്റ് അങ്ങനത്തല്ല പറയണത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞ നമ്മളെ മക്കൾ അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മക്കള്, അവരുടെ മൈൻഡ് അങ്ങനെയാണ്. അവർ കാണുന്നത് കണ്ട് വളരാൻ. ഉമ്മ വീട്ടിൽ വാപ്പ വീട്ടിൽ ഉമ്മാനെ ചീത്ത വിളിക്കുന്നത് അടുത്തിരിക്കുന്ന കുഞ്ഞുമോന്റെ മെമ്മറിയിലേക്ക് സ്റ്റോർ ആവുകയാണ്. ഉമ്മ വാപ്പയുമായിട്ട് അടിയിടുന്നത് അടുത്തിരിക്കുന്ന മകളുടെ മെമ്മറിയിലേക്ക് സ്റ്റോർ ആവുകയാണ്. അവരും വളർന്നു വരുമ്പോ അവരുടെ കല്യാണം കഴിയുന്ന സമയത്ത് ഉമ്മാനെ പോലെ അവരൊക്കെ വിവാഹം ചെയ്ത ഭർത്താവിനോട് അവര് പെരുമാറുകയാണ്. അതല്ലെങ്കിൽ പഠിക്കുന്ന കോളേജിൽ പോകുമ്പോ സ്വന്തം കൂട്ടുകാരനെ ചീത്ത വിളിക്കുകയാണ്, ഉമ്മാനെ ചീത്ത വിളിക്കുകയാണ്, പാപ്പാനെ ചീത്ത വിളിക്കുകയാണ്. എവിടെ നിന്നാ പഠിച്ചത്? ആരാണ് ചീത്ത പഠിപ്പിച്ചു കൊടുത്തത്? നമ്മൾ പറയും ആ സ്കൂളിൽ പോയിട്ട് ഏതോ കുരുത്തം കെട്ട കൂട്ടുകാരോട് കൂടിയിട്ടായിരിക്കും അവൻ ചീത്ത പഠിച്ചതല്ല. ഒന്നാലോചിച്ചു നോക്കൂ ചെറുപ്പക്കാരാ. നീ നിന്റെ ചെറിയ മകളുടെ ചെറിയ മകന്റെ 5, 6, 7, 8, 9 വയസ്സായ ചെറിയ മോനുണ്ടല്ലോ, മക്കളുണ്ടല്ലോ, ആ മക്കളുടെ മുന്നിൽ വെച്ച് നിന്റെ ഭാര്യ നീ എത്ര വൾഗറായിട്ടുള്ള ചീത്തയാണ് വിളിച്ചത്, എത്ര ചീത്തയാണ് നീ പറഞ്ഞത്. അടിച്ചില്ലേ? ആ കുഞ്ഞുമോള് കണ്ടിട്ട് കരഞ്ഞില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരീ, നീയും നിന്റെ ഭർത്താവിനെ തെറി പറഞ്ഞില്ലേ? നീ നിന്റെ ഭർത്താവിനെ മോശമാക്ക് നിന്റെ കുഞ്ഞിന്റെ മുന്നിലിരുന്ന് പറഞ്ഞില്ലേ? ഈ
കുഞ്ഞ് അതാ ആ സമയത്ത് ചിലപ്പോൾ ഇത് വിളിക്കണമെന്നില്ല. ആ കുഞ്ഞിനൊരു പ്രായമായി വരുന്ന സമയമുണ്ട്. ആ കുഞ്ഞിന് എട്ടും പൊട്ടും തിരിഞ്ഞു വരുന്നൊരു സമയമുണ്ട്. ആ കുഞ്ഞിന് സംസാരിക്കാൻ പറ്റുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ആ കുഞ്ഞിന്റെ നാവിലൂടെ വർഷങ്ങൾക്ക് മുമ്പേ നീ വിളിച്ച ചീത്ത വരികയാണ്. അങ്ങനെയാണ് അല്ലാഹു മനുഷ്യന്റെ മെമ്മറി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ലോകത്തെ എല്ലാ മെമ്മറിയെക്കാളും പവർഫുള്ളാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അല്ലാണ്ട് നമ്മളുടെ മക്കൾ എന്താ പറയാ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ വീട്ടിൽ നമ്മളെ സ്കൂളിൽ പോയിട്ട് നല്ല ചീത്തയൊക്കെ ഉണ്ട്, ചീത്ത വിളികളൊക്കെ ഉണ്ട്. എന്നാലും ഇതിനോടൊരു ടെൻഡൻസി വരുന്നത് എങ്ങനെ അങ്ങനെ അതല്ലേ ചില ടീച്ചർമാരെ പറയും നമ്മളൊക്കെ കുരുത്തിക്കേടാണ് വീട്ടിൽ പഠിപ്പിക്കുന്നതാണ് ഇവിടെ വന്ന് കാണിക്കാൻ അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ? ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് കേട്ടില്ല വീട്ടിൽ കാണിക്കുന്നത് ഇവിടെ വന്ന് കാണിക്കണ്ട എന്നൊക്കെ പറയില്ലേ? അതെന്താണ് പറയണത്? മാതാപിതാക്കൾ 5 വഖത്ത് നിസ്കരിക്കുന്നു. ശ്രദ്ധിക്കണം, ഇത് വളരെ ശ്രദ്ധിക്കണം. ചില ആളുകൾ പിന്നീട് വിഷമിച്ചിട്ട് കാര്യമില്ല. പടച്ചോനെ എന്റെ മോൻ നിസ്കരിക്കണില്ല. ചിലപ്പോ നിങ്ങളൊരു 40-50 വയസ്സൊക്കെ നിസ്കാരം തുടങ്ങുമായിരിക്കും. എന്റെ മോൻ നിസ്കരിക്കണില്ല ഉസ്താദേ, തങ്ങളെ ദ്വാരക്കണം. എന്റെ മകൻ എന്റെ മകള് ദിക്ർ ചെല്ലുന്നില്ല, സ്വലാത്ത് ചെല്ലുന്നില്ല, ഒന്നും ചെല്ലണില്ല, ദീനുമായൊരു ബന്ധവുമില്ല. ഒന്ന് ബാക്ക് ഒന്ന് അടിച്ചു നോക്കി. നിങ്ങളുടെ ജീവിതത്തിന്റെ ബാക്ക് അങ്ങനെ പരാതി പറയുന്നവരുടെ ബാക്ക് ചില ആൾക്കാരെ അല്ലട്ടോ, ചില ആൾക്കാരെ കുറിച്ച് നിങ്ങളൊക്കെ നല്ല ആൾക്കാർ, നിങ്ങളെ കുറിച്ചല്ല. അതിന് അഥവാ ഒന്ന് ജസ്റ്റ് ബാക്ക് അടിച്ചു നോക്കല്ലേ. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മളുടെ മക്കളുടെ മുന്നിൽ നിന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന നമ്മുടെ മക്കൾ കണ്ടിട്ടുണ്ടോ? 5 വഖത്ത് നിസ്കരിക്കുന്ന നമ്മുടെ മക്കൾ കണ്ടിട്ടുണ്ടോ? ദിക്റും സ്വലാത്തും ചെല്ലുന്ന നമ്മുടെ മക്കൾ കണ്ടിട്ടുണ്ടോ? ഒരു ഉമ്മയും വാപ്പയും എങ്ങനെയാണോ അങ്ങനെയാണ് സ്വന്തം മകനും മകളും വളർന്നു വരുന്നതെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. കാരണം വീട്ടിൽ എങ്ങനെയാണ്, അതാണ് പറയുന്നത്. വീട്ടിൽ നമ്മളെ മക്കൾക്ക് അനുയോജ്യമായ ജീവിതം, ദീനിയായ ജീവിതം നയിക്കണോ? അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരി, നമ്മളുടെ കൂട്ടുകാരികള് തലമറയ്ക്കാതെ മോഡലിൽ വരുന്നത് കണ്ടിട്ട് നീ അതേപോലെ ആവാൻ നിൽക്കണ്ട. നീ അവിടെ ചിന്തിക്കേണ്ടത് എന്നെ പോലെ ആവണം. നീ തലമറച്ചിട്ടാണ് വരുന്നതെങ്കിൽ നീ ചിന്തിക്കേണ്ടത് എന്നെ പോലെ എന്റെ കൂട്ടുകാരിയാകണം, ഞാൻ അവളെ പോലെ ആകണ്ടല്ലോ. അവിടെ നമുക്കാണ് ഡിമാൻഡ്, അവിടെ നമ്മുടെ കയ്യിലാണ് മരുന്നുള്ളത്. ദീനിന്റെ ശിആറാണ് തലയിലെ തട്ടം. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ താടി വെക്കുന്നത് ഏതെങ്കിലും സിനിമാ നടൻ വെച്ചത് കൊണ്ട് നിങ്ങൾ വെക്കണ്ട, അതിനൊരു കൂലിയുമില്ല. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങള് വെച്ചത് കണ്ടിട്ട് വെച്ചോളൂ. പർദ്ദയിടുന്നത് ഏതെങ്കിലും സിനിമയിലെ നടി പർദ്ദയിട്ടത് കൊണ്ട് നീ ഇടണ്ട. ഹബീബായ തങ്ങളുടെ ഭാര്യമാരിട്ടത് കൊണ്ട് നീ ഇട്ടോളൂ. അങ്ങനെ ഓരോ കാര്യങ്ങളും നീയത്ത് വെച്ച് നിന്റെ ജീവിതത്തിൽ ഇട്ടാൽ, നീ അതാ മുടങ്ങാതെ ചെയ്താൽ അല്ലാഹു വലിയ ബറക്കത്ത് നൽകുന്നതാണ്. ഞങ്ങൾ എല്ലാ ദിവസവും കൂടുതലൊന്നും പറയണില്ല, ഞങ്ങളെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇതൊന്നും വലിയൊരു റിസ്ക് ഉള്ള കാര്യമല്ല, മല ചുമക്കണ കാര്യമൊന്നുമില്ല. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. വലിയ സൂഫിയായിട്ട് നടക്കാനൊന്നും പറയണില്ല. ഒരു അത്യാവശ്യം വേണ്ടേ. മുത്തനബി തങ്ങൾ പറയാണ്, സുബ്ഹാനല്ലാഹ്, ഖൽബിൽ ഒരു അണുമണി ഈമാനുള്ളവർ നാളെ സ്വർഗ്ഗത്തിൽ കടക്കും. ശിക്ഷയ്ക്ക് ഉണ്ടാകും, എന്നാലും ഈമാനിന്റെ തുടിപ്പ് ഒരു പോയിന്റ് എങ്കിലും ഒരാൾക്കുണ്ടോ, അയാൾ അവസാനം സ്വർഗ്ഗത്തിൽ കടക്കും. ഇതൊന്നും ഇല്ലാത്തവൻ ഒരിക്കലും സ്വർഗ്ഗത്തിൽ കടക്കൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്യാം. അള്ളാഹു തആല ഖൈർ നൽകട്ടെ.